നമസ്കാരം. പാചകത്തോടൊപ്പം തന്നെ അല്പം കേശ സംരക്ഷണവുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ കേശ സംരക്ഷണത്തിന് വേണ്ടി ധാരാളം എണ്ണകൾ നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അല്ല എങ്കിൽ വീട്ടിൽ പലവരും പഴയ കാലങ്ങളിലൊക്കെ നമ്മൾ ചെയ്യാറുമുണ്ട് പലതരം എണ്ണകൾ. അപ്പോൾ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ ഒരു എണ്ണയാണ് നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നത്. എണ്ണ എന്ന് പറയുന്നത് പഴയ കാലങ്ങളിൽ പല വീടുകളിലൊക്കെ ഉപയോഗിച്ചിരുന്ന എണ്ണയാണ്. അതിന് ഈ ബൃങ്കരാജ് എന്ന് പറയുന്നത് കൈതോന്നി, ഇതാണ് ആ സാധനം ബൃങ്കരാജ്. അതിനെ കൈതോന്നി, ഇതും നീലി അമരി എല്ലാം കൂടെ ചേർന്ന് വരുന്ന സമയത്ത് നീലബൃങ്കാതി, അതായത് നീലി ബൃങ്കാതി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇത് മറ്റൊരു പേരിൽ അറിയപ്പെടുന്ന ഒരു എണ്ണയാണ് രുദ്രബൃങ്കാതി എന്ന് പറയുന്ന എണ്ണ. അപ്പോൾ അത് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം അറിയാവുന്ന ഒരു ഇതാണ്. വളരെ വ്യത്യസ്തമായ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഉള്ള പല വസ്തുക്കളും ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ രുദ്രബൃങ്കാതി ചെയ്യുന്നത്. അപ്പോൾ ഈ എണ്ണ കാച്ചുന്നതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ നമ്മുടെ മറ്റ് ഈ ആയുർവേദ സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ പകൽ സമയത്താണ് അത് ഇടിച്ചു പിഴിഞ്ഞും അരച്ചും എല്ലാം എടുക്കുന്നത്. എന്നാൽ എണ്ണ കാച്ചുന്നത് ഈ സൂര്യാസ്തമയത്തിന് ശേഷമാണ് അത് കാച്ചുന്നത്. അപ്പം പണ്ടേ അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ മറ്റ് കാര്യങ്ങളിലോട്ടൊന്നും എനിക്കത്ര ഇതില്ല. എങ്കിലും മുമ്പ് വീട്ടിലും മറ്റുമൊക്കെ ഈ എൻ്റെ അമ്മൂമ്മയും അമ്മയൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ പറയാറുണ്ട് ഈ സൂര്യാസ്തമയത്തിന് ശേഷമാണ് ഇത് ചെയ്യുന്നത് എന്നത്. അപ്പോൾ നമ്മളും അത് തന്നെയാണ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം ചെയ്തു വെച്ചതിന് ശേഷം സൂര്യാസ്തമനത്തിന് ശേഷമാണ് നമ്മളത് കാച്ചുന്നത്. അപ്പം നിങ്ങൾക്കും ഇത് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ പരിസരത്തുള്ള എല്ലാ വസ്തുക്കളും ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്കല്ലാന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്തു തരുന്നതിനും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ രുദ്രബൃങ്കാതി എന്ന ഈ ഒരു എണ്ണ ചെയ്യുന്നതിലേക്ക് പോവാം. അപ്പോൾ എൻ്റെ പേര് ഈശ്വർ പ്രസാദ്. തുടർന്നും നമ്മുടെ പാചക വീഡിയോ ആണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. അത് കാണുക. സപ്പോർട്ടും സഹകരണവും നിങ്ങളുടെ സ്നേഹവും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ എണ്ണ തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില വസ്തുക്കൾ നമുക്ക് അരച്ച് ചേർക്കേണ്ടതായിട്ടുണ്ട്. അതല്ലാത്തതാണെങ്കിൽ മറ്റത് പൊടിച്ച് ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നും അതിൻ്റെ ഘട്ടം ഘട്ടമായിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം പൊടിച്ച് ചേർക്കേണ്ട വസ്തുക്കൾ എല്ലാം ആദ്യം എടുക്കാം. അതൊന്ന് പൊടിച്ച് ചേർക്കാം. പിന്നെ ചിലതാണെങ്കിൽ നമുക്ക് അരച്ച് ചേർക്കേണ്ടതായിട്ടുണ്ട്. അതല്ലാതെ ചതച്ച് ചേർക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയല്ല വ്യത്യസ്തമായ രീതികളാണ്. അപ്പോൾ നമുക്ക് നേരെ ഇതല്പം വീഡിയോയ്ക്ക് അല്പം ദൈർഘ്യമാണ്. നമ്മുടെ വീഡിയോകളെല്ലാം വളരെ വളരെ ചെറിയ വീഡിയോകളാണെങ്കിൽ ഇത് അല്പം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ. അതിനുവേണ്ടി കുറച്ച് ദൈർഘ്യമുണ്ട്. അപ്പം അതൊന്ന് സഹകരിക്കുക. ആദ്യം നമുക്ക് പൊടിക്കാനുള്ള വസ്തുക്കളെന്ന് നേരത്തെ പറഞ്ഞു. ആദ്യം പയറാണ്, ചെറുപയർ നമുക്കൊരു ഇത് 2 ലിറ്റർ എണ്ണയാണ്. 2 ലിറ്റർ എണ്ണ കാച്ചിയെടുക്കുന്നതാണ്. ഇപ്പോൾ ആദ്യം നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പയറിടാം. ചെറുപയർ ഈ 2 ടേബിൾ സ്പൂൺ മതി. അടുത്ത നമുക്ക് ഉലുവയാണ്. ഉലുവയായിട്ടുള്ള എണ്ണയുണ്ട്. ഉലുവ എണ്ണ മുടിയൊക്കെ വളരുന്നതിന് വളരെ നല്ലതാണ്. അപ്പോൾ ഉലുവയാണ്. ഉലുവ നമുക്ക് 1 ടേബിൾ സ്പൂൺ. ഉലുവ പൊടിയല്ല, ഉലുവ സാധാരണ ഉലുവ 1 ടേബിൾ സ്പൂൺ. അടുത്ത നമുക്ക് കടുക് നമ്മുടെ പാചകത്തിന് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. പക്ഷേ കടുകെണ്ണ നമ്മൾ വളരെയേറെ ഔഷധ ഗുണമുള്ളതാണ് കടുകെണ്ണ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ കടുക്. ഇനി ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം. പയർ, ഉലുവ, കടുക് എന്നിവ ചേർത്ത് പൊടിച്ചതാണിത്. ഇതെല്ലാം ഈ രീതിയിലൊന്ന് പൊടിച്ചെടുക്കുക. അടുത്തതായി നമ്മൾ ചേർക്കുന്ന ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുവാണ്. ഇതാണ് കൈതോന്നി, അല്ലെങ്കിൽ ബൃങ്കരാജ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെല്ലാം ധാരാളം കണ്ടുവരുന്ന ഒരിതാണ്. നമ്മുടെ ടൗണുകളിലൊന്നും അത്ര ഇല്ല, എങ്കിലും ഗ്രാമപ്രദേശങ്ങളിൽ കണ്ടുവരാം. ഈ ബൃങ്കരാജിനെ പോലെ തന്നെ തോന്നിക്കുന്ന പല ചെടികളുമുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇതിനെ തിരിച്ചറിയിക്കുന്നത് ഇതിൻ്റെ പൂവാണ്. ഇതുപോലുള്ള ചെറിയ സൂര്യകാന്തി പൂ പോലെ കാണുന്ന ഇതാണ് നമുക്ക് ബൃങ്കരാജിനെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത്. നമുക്ക് എണ്ണ കാച്ചുന്നതിന് ഏറ്റവും വേണ്ട ഒരു വസ്തുവാണ് ബൃങ്കരാജ്. 2 ലിറ്റർ എണ്ണ കാച്ചുന്നതിന് വേണ്ടി 150 ഗ്രാം കൈതോന്നിയാണ്, അതായത് ബൃങ്കരാജ്. ഈ അളവുകൾ കൃത്യമായിരിക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഫലം ഉണ്ടാകത്തുള്ളൂ. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഈ എണ്ണ കാച്ചാനുള്ള കൂട്ടുകൾ അരച്ചെടുക്കുമ്പോൾ നമുക്കത് വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. ഒട്ടും വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കേണ്ടത്. കൈതോന്നി നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കുക. ഇതുപോലെ കിട്ടണം. ഇപ്പോൾ തന്നെ നല്ല കളറാണ്, നല്ല അരഞ്ഞിട്ടുമുണ്ട്. ഈ കൈതോന്നിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മുടി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ മികച്ച ഒരു പരിഹാരം കൈതോന്നി. അകാല നര, മുടി കൊഴിച്ചിൽ, താരൻ എന്നിവയ്ക്കെല്ലാം വളരെയേറെ ഒരു മികച്ച ഔഷധമാണ് ഈ കൈതോന്നി. ഇനി കൈതോന്നി അരച്ച അതേ ജാറിൽ തന്നെ നമുക്കത് ബാക്കിയുള്ള എല്ലാം അരച്ചെടുക്കാം. ഇത് കഴിയൊന്നും കളയേണ്ട, നമുക്കെല്ലാം ആവശ്യമുള്ളത് തന്നെയാണ്. അത് നമ്മൾ 5 നെല്ലിക്കയാണ്. നെല്ലിക്ക ഒരു ചെറുതായിരുന്നാലും വലുതായിരുന്നാലും കുഴപ്പമില്ല. ഇതൊരു അല്പം വലിപ്പമുള്ള നെല്ലിക്കയാണ്. ഒരു 5 നെല്ലിക്ക കുരു കളഞ്ഞതാണ്. ഇതും നമുക്ക് അതിനോട് ചേർത്ത് അരച്ചെടുക്കാം. നെല്ലിക്കയോടൊപ്പം അല്പം വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചിയും അതോടൊപ്പം
5 വെളുത്തുള്ളി അല്ലി അതിൻ്റെ തോടൊന്നും കളയാതെ തന്നെ ഇതോടൊപ്പം ചേർത്ത് അരച്ചെടുക്കാം. അതായത് നെല്ലിക്കയും വെളുത്തുള്ളി ഇഞ്ചിയും ഒരുമിച്ച് അരച്ചെടുക്കാം. അരച്ച് വെച്ചിരിക്കുന്ന കൈതോന്നിയോടൊപ്പം നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും നെല്ലിക്കയും അരച്ച ആ ഒരു മിശ്രിതം ചേർക്കാം. ഇതൊന്നും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ഭക്ഷണത്തിനോട് മാത്രമല്ല, നമ്മൾ കേശ സംരക്ഷണത്തിനും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഇവ മൂന്നും അരച്ചത് അതിലോട്ട് ചേർക്കാം. അടുത്തത് സവാളയാണ്. സവാള ഇതൊരു മീഡിയം സൈസ് 2 സവാളയുണ്ട്. അതിനെ ചെറുതായി ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തത്. ഇത് അരച്ചെടുക്കാനുള്ളത് തന്നെയാണ്. ഇപ്പം ഈ സവാള എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഈ ഒണിയൻ ഓയിലൊക്കെ ഉണ്ടാക്കുന്നതിനാണ്. തലമുടിയൊക്കെ നല്ലതായി വളരുന്നതിന് ഒണിയൻ ഓയിൽ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് സവാളയാണ് അടുത്തതായിട്ട് എടുക്കുന്നത്. ഇതൊന്ന് അരച്ചെടുക്കാം. സവാളയോടൊപ്പം ഒരു 15 ചെറിയ ഉള്ളി ഇതും ഇതോടൊപ്പം ചേർത്ത് അരച്ചെടുക്കാം. ഇത് സവാളയും ചെറിയ ഉള്ളിയും അരച്ചെടുത്തതാണ്. ഇവ നല്ലപോലെ അരച്ചെടുത്ത പേസ്റ്റാണിത്. ഇതിലൊന്നിലും നമ്മൾ വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. എണ്ണയായി ചേർക്കുന്ന സമയത്ത് അത് പൊട്ടിത്തെറിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിത് കൂടുതലായിട്ട് അരയ്ക്കുകയാണെങ്കിൽ ഇതെല്ലാം ഒരുമിച്ച് അരച്ചെടുത്താൽ മതിയാകും. ഇത് കുറച്ച് ആവശ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്തെടുക്കുമ്പോഴാണ് ഇത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് അരച്ചെടുക്കുന്നത്. അടുത്തത് ചെമ്പരത്തിപ്പൂവാണ്. 5 ചെമ്പരത്തിപ്പൂ അത് ഒരുമിച്ച് അങ്ങ് എടുത്താൽ മതി. 5 ചെമ്പരത്തിപ്പൂ ഇതും അരച്ചെടുക്കാനുള്ളതാണ്. ചെമ്പരത്തിയോടൊപ്പം നമുക്ക് മൈലാഞ്ചിയും ചേർക്കാം. ഇത് ഏകദേശം 1 പിടി മൈലാഞ്ചിയുണ്ട്. മൈലാഞ്ചിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മുടിക്ക് നല്ല കളർ കിട്ടുന്നതിന് മൈലാഞ്ചി സഹായകമാണ്. ഇതും നമുക്ക് അതോടൊപ്പം അരച്ചെടുക്കാം. ഇത് വേപ്പില, അതായത് ആര്യവേപ്പ്. നമ്മുടെ നാട്ടിൽ ധാരാളം കിട്ടുന്ന ഒരു വസ്തുവാണ് ആര്യവേപ്പ്. തലയിലെ പേൻ ശല്യം ഇല്ലാതാക്കുന്നതിന് ആര്യവേപ്പ് വളരെ സഹായകമാണ്. ഇത് കുരുമുളകിൻ്റെ ഇല. 5 കുരുമുളകിൻ്റെ ഇല എടുക്കാം. മുടി വളർച്ചയ്ക്ക് കുരുമുളകിൻ്റെ ഇല വളരെ നല്ലതാണ്. അതുകൂടാതെ തന്നെ എണ്ണ മാറി തേക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ജലദോഷം പോലുള്ള അസുഖങ്ങൾക്ക് വളരെ ഫലപ്രദവുമാണ്. ഇപ്പോൾ അരച്ച എല്ലാ ഇലകളും നേരത്തെ അരച്ചു വെച്ച ആ പാത്രത്തിലേക്ക് തന്നെ മാറ്റാം. അടുത്തതായി വളരെ കുറച്ച് ചെമ്പരത്തി ഇല, ഒരു 5-8 ചെമ്പരത്തി ഇല. ഇത് നമ്മൾ മുമ്പ് താളി കാച്ചാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ചെമ്പരത്തി ഇല. അതോടൊപ്പം തന്നെ ആവണക്കിൻ്റെ ഇല. ഈ പല സ്ഥലങ്ങളിലും നമ്മുടെ റോഡ് വക്കിലൊക്കെ ആവണക്ക് കാണാറുണ്ട്. ഈ ആവണക്കിൻ്റെ ഇല ചേർക്കാം. തലയിൽ തേക്കുന്ന എണ്ണ കാച്ചുന്നതിനും ഒപ്പം തന്നെ തൈലത്തിനുമെല്ലാം ആവണക്കിൻ്റെ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം ആവണക്കിൻ്റെ ഇല കിട്ടിയില്ല എങ്കിൽ നമുക്ക് ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആയുർവേദ കടകൾ വഴിയൊക്കെ നമുക്ക് ആവണക്കിൻ്റെ എണ്ണ വാങ്ങാം. അത് ഒരു 50 ml ഇതോടൊപ്പം ചേർത്താൽ മതി. അല്ല എങ്കിൽ ആവണക്കിൻ്റെ ഇല ചേർക്കാം. അടുത്തതായി കീഴാർ നെല്ലി ചേർക്കാം. ഇത് ഒരു 2 ചെടി എടുത്താൽ മതി. ഇത് എല്ലാ സ്ഥലത്തും സുലഭമായി കിട്ടുന്നതാണ്. ഗ്രാമപ്രദേശമെന്നോ ടൗണെന്നോ എന്നൊന്നും യാതൊരു വ്യത്യാസമില്ല. എല്ലായിടത്തും കീഴാർ നെല്ലി കിട്ടും. ഇനി കറിവേപ്പില ചേർക്കാം. ഇത് 5 തണ്ട് കറിവേപ്പിലയുണ്ട്. കറിവേപ്പില എല്ലായിടത്തും നമുക്ക് സുലഭമായി കിട്ടുന്നത് തന്നെയാണ്. ഇത് മഷിത്തണ്ട്, ഏവർക്കും അറിയാം എന്ന് വിശ്വസിക്കുന്നു. പഴയ കാലങ്ങളിൽ സ്ലേറ്റ് എല്ലാം മായ്ക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ സ്ലേറ്റ് എല്ലാം മായ്ക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വസ്തുവാണ്. പക്ഷേ ഇത് സ്ലേറ്റ് മായ്ക്കാൻ വേണ്ടി മാത്രമല്ല, തലയിലെ താരൻ പോകുന്നതിന് ഏറ്റവും നല്ലൊരു ഔഷധമാണ് മഷിത്തണ്ട്. ഇതും നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അടുത്തത് കൃഷ്ണതുളസി. നമ്മുടെ എല്ലാ വീടുകളിലും ഈ കൃഷ്ണതുളസി ഉണ്ട്. നമ്മുടെ വീട്ടിലല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലെങ്കിലും കൃഷ്ണതുളസി കാണും. ഇത് ഒരു 5 തണ്ട് കൃഷ്ണതുളസി നമുക്ക് ചേർക്കാം. ഇപ്പോൾ നമ്മൾ ചേർത്ത എല്ലാ ഇലകളും അരച്ചത് ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ പാത്രത്തിലേക്ക് ചേർക്കാം. ഇപ്പോൾ നമ്മൾ ചേർത്ത എല്ലാ ഇലകളും, അതായത് കുരുമുളകിൻ്റെ ഇല, ആവണക്കിൻ്റെ ഇല, ഇതെല്ലാം ഒരുമിച്ച് അരച്ചതാണിത്. ഇത് പനിക്കൂർക്ക അല്ലെങ്കിൽ നവരയില എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇത് തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടുന്നതിന് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. ഇത് കൂടാതെ തന്നെ നമ്മൾ എണ്ണ മാറി തേക്കുമ്പോൾ ചിലർക്ക് ചില പനിയോ അല്ലെങ്കിൽ ജലദോഷമൊക്കെ ഉണ്ടാകാറുണ്ട്. അതിനുവേണ്ടിയാണ് പനിക്കൂർക്ക, കുരുമുളകിൻ്റെ ഇല എന്നിവ ചേർക്കുന്നത്. പനിക്കൂർക്ക ചേർത്ത് എണ്ണ കാച്ചിയാൽ മുടി വളരുന്നതോടൊപ്പം തന്നെ നല്ല ഉറക്കവും കിട്ടും. അതുകൊണ്ട് നമുക്കിത് പനിക്കൂർക്കയും ചേർക്കാം. ഗ്രാമപ്രദേശങ്ങളിൽ യഥേഷ്ടം കണ്ടുവരുന്ന ഒരു ഔഷധ ചെടിയാണ് പൂവാങ്കുരുന്ന്. നമ്മൾ എണ്ണ കാച്ചുന്നതിന് ഏറ്റവും ഉത്തമമാണ് പൂവാങ്കുരുന്ന്. പൂവാങ്കുരുന്നിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മൈഗ്രെയിൻ പോലുള്ള അസുഖങ്ങൾക്ക് വളരെ മികച്ച ഒരു ഔഷധം തന്നെയാണ് എന്ന് പറയാം. പല വലിയ ആയുർവേദ സ്ഥാപനങ്ങളും പൂവാങ്കുരുന്ന് യഥേഷ്ടം നട്ടു വളർത്തുന്നുണ്ട്. നമുക്കും ഇതിലേക്ക് പൂവാങ്കുരുന്ന് ചേർക്കാം. ഇനി വളരെ കുറച്ച് ചിരണ്ടിയ പച്ചത്തേങ്ങ ചേർക്കാം. അതായത് 1 പിടി പച്ചത്തേങ്ങയും ഇതോടൊപ്പം ചേർത്ത് അരച്ചെടുക്കാം. തേങ്ങയും പനിക്കൂർക്കയും പൂവാങ്കുരുന്നും അരച്ചതാണ് ഇനി ഇത് നമുക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ചേർക്കാം. ഇത് കറ്റാർവാഴ വെട്ടിയെടുത്ത ശേഷം നമ്മളിതൊന്ന് കുത്തിച്ചാരി വെക്കുക. ഇതിനുള്ളിലെ കറ പോകേണ്ടതായിട്ടുണ്ട്, അതായത് മഞ്ഞക്കറ. ഈ മഞ്ഞക്കറ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അലർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനാൽ അതൊന്ന് കുത്തിച്ചാരി അതിൻ്റെ കറ കളയുക. തുടർന്ന് നമുക്കിതൊന്ന് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. എണ്ണ കാച്ചുമ്പോൾ കറ്റാർവാഴ ഇതുപോലെ ചെറു പീസുകളായി കട്ട് ചെയ്ത് ചേർക്കാം. അല്ല എങ്കിൽ ഇതിൻ്റെ ജെല്ല് മാത്രമായിട്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ എടുക്കുമ്പോൾ എണ്ണ തിളച്ച് വരുമ്പോൾ ഇത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഈ തോട് ഭാഗവും കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അരച്ചു വെച്ച കൂട്ടുകളോടൊപ്പം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കറ്റാർവാഴയും ചേർക്കാം. ഇത് കരിഞ്ജീരകം. 2 ലിറ്റർ എണ്ണയ്ക്ക്
50 ഗ്രാം കരിഞ്ജീരകം ചേർക്കാം. ഇത് റോസ്മേരി. മുൻപ് എല്ലാ പൂക്കടകളിലും ലഭ്യമാകുന്ന ഒരു വസ്തുവായിരുന്നു റോസ്മേരി. എന്നാൽ ഇന്ന് റോസ്മേരി അത്ര സുലഭമല്ല. നമുക്ക് ഓൺലൈൻ മാർക്കറ്റുകളിൽ യഥേഷ്ടം കിട്ടും. ചില ആയുർവേദ കടകളിലും നമുക്കിത് വാങ്ങാവുന്നതേ ഉള്ളൂ. 2 ലിറ്റർ എണ്ണയ്ക്ക് വേണ്ടി ഇത് ഒരു 30 ഗ്രാം റോസ്മേരി ഉണ്ട്. 10 പീസ് ഗ്രാമ്പു, 1 ടീസ്പൂൺ ജീരകം നമ്മൾ സാധാ ജീരകമാണ്, കറിക്കെല്ലാം ഉപയോഗിക്കുന്ന ജീരകം 1 ടീസ്പൂണ്. 1 ടേബിൾ സ്പൂൺ തേയില എടുക്കാം. തേയില അതായത് ചായപ്പൊടി. മുടിയുടെ കളർ നിലനിർത്താൻ ചായപ്പൊടി വളരെ നല്ല ഒരു വസ്തുവാണ്. 1 ടീസ്പൂൺ കുരുമുളക്. വളരെ പഴയ കാലം മുതലേ എണ്ണ കാച്ചുന്നതിന് കുരുമുളക് ഉപയോഗിക്കാറുണ്ട്. നമുക്കിപ്പോൾ ഇതിൽ മൊത്തം ചേർത്തിരിക്കുന്നത് 28 മൂലകങ്ങളാണ്. അതായത് എണ്ണയും ചേർത്ത് 29 ഐറ്റം. ഇത് ഇത്രയും തന്നെ നമ്മൾ ചേർക്കുക. ഇത് കുറയാനൊന്നും പാടില്ല. ഇത്രയും തന്നെ ചേർക്കുക. ഇനി നമ്മൾ എണ്ണ കാച്ചുമ്പോൾ പ്രത്യേകം വെച്ചാൽ നമ്മൾ എണ്ണ കാച്ചുന്നത് ഈ പാത്രം തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഇരുമ്പ് പാത്രം, അതായത് ഇരുമ്പ് ചട്ടി, ഇരുമ്പ് ചീനിച്ചട്ടി എന്നൊക്കെ പറയും. അത് വലുത്, അല്പം വലിപ്പമുള്ളത് തന്നെ വേണം. അതിൽ വേണം കാച്ചാനുള്ളത്. നമ്മൾ അലുമിനിയത്തിലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കോ ഒന്നും അല്ല, നമ്മൾ ഇരുമ്പ് പാത്രത്തിൽ തന്നെ നമ്മൾ കാച്ചി എടുക്കണം. അപ്പോൾ നമുക്ക് നേരെ അതിലേക്ക് പോകാം. നമ്മൾ 2 ലിറ്റർ എണ്ണ ഉള്ളുവെങ്കിൽ നമുക്കിത് അല്പം വലിയ ചട്ടിയിൽ വേണം ഇതൊന്ന് റെഡിയാക്കി എടുക്കുക. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഇതിപ്പം ഒത്തിരി നാളായി ഇതൊക്കെ ഉപയോഗിച്ചിട്ട്. അപ്പം ഇതാണ് ഒരു അതുപോലെ തന്നെയാണ് നമുക്ക് വലിയ സ്റ്റൗ ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇതുപോലെ വലുതായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചാകുന്ന സമയത്ത് നമുക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടാകും. അത് ഇതുപോലുള്ള വലിയ സാധനങ്ങളിൽ ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ഇരുമ്പ് പാത്രത്തിൽ തന്നെ ചെയ്യുക. ഇപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു ഇത് 2 ലിറ്റർ എണ്ണയാണ്. 2 ലിറ്റർ വെളിച്ചെണ്ണ. നല്ല എണ്ണ തിരഞ്ഞെടുക്കുക. ഈ കവറിലൊക്കെ വരുന്നത് കഴിവതും ഒഴിവാക്കിയിട്ട് എണ്ണയും മറ്റൊക്കെ ആട്ടി കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെ നിന്ന് കളക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ എണ്ണ ചൂടായി വരുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് ചേർക്കാം. ആദ്യം കുരുമുളക് തന്നെ ചേർക്കുക. അടുത്തത് ജീരകം ചേർക്കാം. ഇപ്പോൾ എണ്ണ ചൂടായി തുടങ്ങി. കുരുമുളക് പൊട്ടി അതിൻ്റെ മണം വരുമ്പോൾ ഇതിലേക്ക് മറ്റ് ചേരുവകൾ ചേർക്കാം. ഇത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച കരിഞ്ജീരകം ചേർക്കാം. അതോടൊപ്പം എടുത്തു വെച്ചിരിക്കുന്ന ഗ്രാമ്പൂവും ചേർക്കാം. ഇനി ചൂടായ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി, അതായത് അരച്ചു വെച്ച കൂട്ടുകൾ ഇതിലേക്ക് ചേർക്കാം. ഈ കൂട്ടുകളെല്ലാം നേരത്തെ നമ്മൾ കാണിച്ചു, ഓരോന്നും പ്രത്യേകിച്ച് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് എണ്ണയിലേക്ക് ചേർക്കാം. എണ്ണയിലേക്ക് ചേർക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക, ഒരുമിച്ച് തട്ടിക്കൊടുക്കരുത്. കാരണം എണ്ണ നല്ല ചൂടായി കിടക്കുകയായിരിക്കും. അതുകൊണ്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഇത് എണ്ണ അടക്കം നമുക്ക് 29 ചേരുവകളാണ് ഇതിനകത്ത് നമ്മൾ ചേർന്നിരിക്കുന്നത്. 29. ഇതെല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. ഇതെല്ലാം ചേർക്കുകയും വേണം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നടുക്ക് മാത്രം ഇട്ടേക്കരുത്. അതൊന്ന് എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ 2 ലിറ്റർ എണ്ണ ചേർത്തിട്ടുണ്ട്. 2 ലിറ്റർ എണ്ണ നമ്മൾ ചേർത്ത് വരുന്ന സമയത്ത് നമുക്കത് 1 ലിറ്ററിൽ താഴെ മാത്രമാണ് നമുക്കിത് കിട്ടുന്നത്. ഇനി ഇവ തുടർച്ചയായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കും ഇത്രയും കൂട്ടുകൾ ഉപയോഗിച്ച് വീട്ടിൽ രുദ്രഭൃങ്ങാതി എണ്ണ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതല്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിത് ചെയ്തു തരാം. ഇത് 100% ഫലപ്രദമായ എണ്ണയാണ്. മുടി നല്ല വളരുന്നതിനും നല്ല കറുത്ത നിറം വയ്ക്കുന്നതിനും മുടി കൊഴിച്ചിലിനും എല്ലാം വളരെ ഉത്തമമായിരിക്കും. നിങ്ങൾക്കിതൊന്ന് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. തിളച്ചു തുടങ്ങുമ്പോൾ അതിലേക്ക് റോസ്മേരി ചേർക്കാം. ഇനി ഇത് നമ്മളിനി കുറച്ച് സമയം നമുക്കിതെടുക്കും. ഏകദേശം ഒരു 1/2-3/4 മണിക്കൂറിൽ കൂടുതൽ നമുക്കിത് ഇളക്കി കൊടുക്കുക. കണ്ടിന്യൂവായി ഇളക്കി കൊടുക്കുക. ഈ ഐറ്റംസുകളെല്ലാം നമുക്കതൊന്ന് കരിഞ്ഞ് കിട്ടണം. കരിഞ്ഞ് കിട്ടിഞ്ഞാൽ തീ പിടിച്ച് കിട്ടണമെന്നല്ല, ഇതെല്ലാം കരിഞ്ഞ് ഈ സത്തെല്ലാം നമുക്ക് എണ്ണയിൽ വരുന്നത് വരെ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ മേളിൽ കാണുന്ന ഈ ഒരു പതയുണ്ടല്ലോ, ഈ പത എല്ലാം മാറിക്കിട്ടണം. ഈ വെള്ളത്തിൻ്റെ അംശമാണ് നമുക്കിതിൽ ഇങ്ങനെ തിളയ്ക്കുന്നത്. അതായത് കറ്റാർ വാഴയിലായിരുന്നാലും പനിക്കൂർക്കയായിരുന്നാലും എല്ലാത്തിലും വെള്ളത്തിൻ്റെ അംശമുണ്ട്. അപ്പോൾ അതൊന്ന് മാറിക്കിട്ടണം. അതല്ലാതെ നമ്മൾ എണ്ണ നമ്മൾ ഒഴിച്ച് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ എണ്ണ കേടായി പോകും. അതിലിപ്പം വെള്ളവും എണ്ണയും സെപ്പറേറ്റായി നിൽക്കും. അപ്പോൾ അതൊന്ന് ക്ലിയർ ആവും. ഇപ്പോൾ ഈ കണ്ടീഷൻ ഇപ്പോൾ ഇത്രയും തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വീണ്ടും കുറച്ച് സാധനം കൂടെ ചേർക്കാറുണ്ട്. ഇത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പയറും ഉലുവയും കടുവുമാണ്, അതും ചേർക്കാം. വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കറ്റാർ വാഴയൊക്കെ നല്ല കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. കറ്റാർ വാഴ ഇതെല്ലാം നല്ല കരിഞ്ഞ് കിട്ടണം. കരിഞ്ഞ് കിട്ടിയാൽ ഇപ്പോൾ എണ്ണ കുറഞ്ഞു പോകും എന്നുള്ള പേടിയൊന്നും വേണ്ട. 2 ലിറ്ററൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 3/4 ലിറ്റർ എണ്ണയൊക്കെ കിട്ടത്തുള്ളൂ. ഇപ്പോൾ നല്ല മണമുണ്ട്, നല്ല മണം. നല്ല രീതിയിൽ എണ്ണ വറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ അതിൻ്റെ കളറെല്ലാം മാറി ഈ കറ്റാർ വാഴയെല്ലാം മേളിൽ വന്നു. ഇനി ഇതിലേക്ക് തേയിലപ്പൊടി ചേർക്കാം. ഈ തലമുടിയൊക്കെ നല്ല കറുത്ത് കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ തേയിലപ്പൊടി ചേർക്കുന്നത്. നമ്മൾ തുടർച്ചയായി ഇളകി കൊടുക്കുക. അടിയിലൊന്നും പിടിക്കാതെ, കരിഞ്ഞു പോകാതെ. കരിഞ്ഞു പോകണം. കരിയെന്ന് വെച്ചാൽ അല്പം ഇത് ഈ കറുത്ത് കിട്ടണം, നല്ല വെന്ത് കിട്ടണം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് എണ്ണ നല്ല പാകമായി. ഇതിപ്പോൾ ഈ വെള്ളത്തിൻ്റെ അംശം, ഈ തിളപ്പെല്ലാം മാറിയ വെള്ളത്തിൻ്റെ അംശം മാറി എന്നാണ്. ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കാനായി വയ്ക്കാം. തണുത്തതിന് ശേഷം
ഇത് അരിച്ചെടുക്കാം. അടുത്ത ദിവസം അരിച്ച് മാറ്റാം എന്ന് പറഞ്ഞ് വെക്കരുത്. കാര്യം ഇതിലുള്ള ഈ കറ്റാർ വാഴ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇതിൻ്റെ എണ്ണ കുടിക്കും. അത് കാരണം എണ്ണ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അന്നേ ദിവസം തന്നെ ഇത് അരിച്ച് മാറ്റണം. ഇപ്പോൾ നമ്മുടെ രുദ്രഭൃങ്ങാദി എണ്ണ പൂർത്തിയായിട്ടുണ്ട്. ഇതിപ്പോൾ അരിച്ച് എടുത്തിട്ടുണ്ട്. ഈ 2 ലിറ്റർ എണ്ണ നമ്മൾ കാച്ചി എടുത്തപ്പോൾ നമുക്കൊരു 3/4 ലിറ്ററിൽ കൂടുതൽ മാത്രമാണ് നമുക്ക് കിട്ടിയത്. നമുക്കിനി ഇത് തുടർന്ന് ഉപയോഗിക്കാനെടുക്കാം. അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്തു നോക്കുക. ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ, അതായത് സമയക്കുറവ്, അല്ലെങ്കിൽ നമുക്ക് ഈ സാധനങ്ങളെല്ലാം ഒരുമിച്ച് കിട്ടാനുള്ള ബുദ്ധിമുട്ട്, ഇതെല്ലാം ഉണ്ടെങ്കിൽ ഞാനിത് നിങ്ങൾക്ക് ചെയ്തു തരാം. അത് എൻ്റെ നമ്പർ ഞാൻ ഇതോടൊപ്പം കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ 100 ml 200 ml പാക്കറ്റുകളിൽ ചെയ്തു തരാം. ഇതൊരു ബ്രാൻഡായിട്ടൊന്നുമല്ല ഞാൻ ചെയ്യുന്നത്. ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ചെയ്തു തരാവുന്നതേ ഉള്ളൂ. അപ്പോൾ തുടർന്നും എൻ്റെ മറ്റ് പാചക വീഡിയോകളെല്ലാം നിങ്ങളൊന്ന് കാണുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. മറ്റൊരു മികച്ച വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.